തെരുവിലെ ദഅ്വ അപകടം എന്ന തലക്കെട്ടിൽ എം അക്ബർ സാഹിബ് എഴുതിയ ഒരു കുറിപ്പ് വായിക്കാനിടയായി. നമ്മുടെ ഡോക്ടർ അബ്ദുള്ള ബാസിൽ തെരുവിൽ ഒരു മൈക്ക് സ്ട്രീമിംഗ് ഒക്കെയായി നടത്തി ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന, ഒരുപക്ഷെ യൂറോപ്പിലെ ചില കോർണറുകളിൽ നിന്ന് കണ്ടെത്തിയ ചില ആശയങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ദീനിൻ്റെ തെരുവിലെ ദഅ്വ എന്നുള്ള തരത്തിലുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്നത്. ഷുഐബുൽ ഹൈതമി അതിനെ സംബന്ധിച്ച് ഒരു നിലപാടെടുത്തിരുന്നു. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഒരിക്കൽ കൂടി ഇടുന്നു, കാരണം അത് കേൾക്കുമ്പോഴേ ആ തുടർച്ച കിട്ടുള്ളൂ. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എം അക്ബറിൻ്റെ ഒരു കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ് വായിക്കേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ തർക്കങ്ങളിൽ സാധാരണയായി ഞാൻ ഇടപെടാറില്ല. അതെൻ്റെ ദൗത്യമല്ലെന്ന് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ദഅ്വ രംഗത്ത് ചെറിയ തോതിലെങ്കിലും ചില സേവനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ഇപ്പോൾ ദഅ്വയെക്കുറിച്ച് നടക്കുന്ന ഈ സംവാദത്തിൽ പൂർണ്ണമായും മൗനം പാലിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. ബഹുമാനപ്പെട്ട ഷുഹൈബ് ഹൈതമിയുടെ കുറിപ്പ് ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ദഅ്വയെ വെറും ബാധിച്ച് ജയിക്കാനുള്ള ശ്രമമായോ മറ്റുള്ളവരെ ഉത്തരം മുട്ടിക്കാനുള്ള മത്സരമായോ ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ മേൽക്കോയ്മയുടെ പ്രകടനമായോ ചുരുക്കരുതെന്ന അദ്ദേഹത്തിൻ്റെ ആശങ്ക പ്രസക്തമാണ്. ദഅ്വയിൽ വിവേകവും സൗമ്യതയും നല്ല പെരുമാറ്റവും സാഹചര്യബോധവും തീർച്ചയായും ആവശ്യമാണ്. എന്നാൽ മതേതര പൊതുസ്ഥലത്ത് ഇസ്ലാം തൂക്കി വിൽക്കേണ്ടതില്ല. താല്പര്യമുള്ളവർക്ക് മാത്രം വന്ന് തൊട്ടുനോക്കാനും മണത്തുനോക്കാനും കഴിയുന്ന തരത്തിൽ ഇസ്ലാമിൻ്റെ ജീവിത പ്രസക്തമായ ഘടകങ്ങൾ അവിടെ ഉണ്ടായാൽ മതി എന്ന സമീപനം ദഅ്വയുടെ ഖുർആനിക സ്വഭാവത്തെ കുറച്ച് കാണിക്കുന്നതായി എനിക്ക് തോന്നുന്നു. ഇസ്ലാം ഒരു വ്യക്തിയുടെ സ്വകാര്യമായ ആത്മീയ അനുഭവത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സത്യത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം അതിൻ്റെ ഭാഗമാണ്. ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണല്ലോ: താങ്കളുടെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് യുക്തിപൂർവമായ ഉപദേശത്തോടും ഏറ്റവും നല്ല രീതിയിലുള്ള സംവാദത്തോടും കൂടി ക്ഷണിക്കുക എന്നാണ്. ഇവിടെ കാണുന്നത് താല്പര്യമുള്ളവർ വന്നാൽ നോക്കട്ടെ എന്ന നിഷ്ക്രിയ സമീപനമല്ല. ക്ഷണിക്കുക എന്നത് സജീവമായൊരു ദൗത്യമാണ്. അതേസമയം ദഅ്വ എന്നാൽ ആരെയും നിർബന്ധിച്ച് മുസ്ലിമാക്കുക എന്നല്ല. മതത്തിൽ നിർബന്ധമില്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. എന്നാൽ നിർബന്ധമില്ല എന്നതിൻ്റെ അർത്ഥം സന്ദേശം അവതരിപ്പിക്കേണ്ടതില്ല എന്നല്ല. പ്രവാചകൻ മനുഷ്യരെ സത്യത്തിലേക്ക് ക്ഷണിച്ച് കത്തുകളിലൂടെയും കൂടിക്കാഴ്ചകളുടെയും വ്യക്തിഗത സംഭാഷണങ്ങളിലൂടെയും വിവിധ സാമൂഹ്യ ബന്ധങ്ങളിലൂടെയും അദ്ദേഹം സന്ദേശം എത്തിച്ചു. അതിനാൽ നിർബന്ധിക്കരുതെന്ന തത്വവും ക്ഷണിക്കരുതെന്ന സമീപനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുത്താരിക്ക് വിൽക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ഉപമ ഇസ്ലാമിനെ വിലയേറിയ ഒരു വസ്തുവായി കണ്ട് ആവശ്യപ്പെടുന്നവർക്ക് മാത്രം കൈമാറേണ്ട ഒന്നായി ചിത്രീകരിക്കുന്നതിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അത് ശരിയല്ല. ഖുർആൻ ഇസ്ലാമിക സമൂഹത്തെ മനുഷ്യരുടെ നന്മയ്ക്കായി നിലകൊള്ളുന്ന സമൂഹമായാണ് അവതരിപ്പിക്കുന്നത്. മനുഷ്യർക്കായി പുറത്തു കൊണ്ടുവരപ്പെട്ട ഏറ്റവും ഉത്തമ സമൂഹമാണ് നിങ്ങൾ എന്ന് ഖുർആനിലെ വചനം അദ്ദേഹം ഉദ്ധരിക്കുന്നു. സത്യം അറിയുന്ന ആൾക്ക് അത് മറ്റൊരാളുമായി പങ്കുവെക്കാനുള്ള ആഗ്രഹം സ്വാഭാവികമാണ്. അത് വിൽപ്പനയല്ല, ഏൽപ്പിക്കപ്പെട്ട സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കലാണ്. അതുകൊണ്ട് പൊതുസ്ഥലത്ത് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്ന ഓരോ ശ്രമത്തെയും തൂക്കി വിൽക്കൽ എന്ന് കാണുന്നത് ശരിയല്ല. സർവകലാശാലയിലും പൊതുഗ്രന്ഥശാലയായാലും തെരുവിലായാലും പുസ്തകമേളയിലായാലും സാമൂഹ്യ മാധ്യമങ്ങളിലായാലും മനുഷ്യർ സ്വാഭാവികമായ ആശയങ്ങൾ പങ്കുവെക്കുന്നിടത്തെല്ലാം മര്യാദയോടും വിവേകത്തോടും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് ഇടമുണ്ടാകണം. അതുപോലെ 1000 ചോദ്യങ്ങൾക്ക് 1001 മറുപടികളുടെ പൊതിയുമായി പോകരുത് എന്ന വിമർശനത്തിലും ഒരു പരിധിവരെ ശരിയുണ്ട്. ദഅ്വ ഒരു ചോദ്യോത്തര മത്സരമല്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉടൻ മറുപടി നൽകണമെന്നില്ല. എന്നാൽ ഇന്നൊരു മുസ്ലിം യുവാവിന് ഇസ്ലാമിനെക്കുറിച്ചുള്ള ഗൗരവമായൊരു ചോദ്യമുണ്ടെങ്കിൽ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വയം മാത്രം അന്വേഷിക്കൂ എന്ന് പറയുന്നത് മതിയായ ദഅ്വ ആകുന്നെന്ന് തോന്നുന്നില്ല. അവൻ്റെ സംശയത്തിന് അറിവോടെയും തെളിവോടെയും സൗമ്യതയോടെയും മറുപടി നൽകേണ്ടത് ദഅ്വയാണ്. ഇവിടെ തെരുവിലെ ദഅ്വയും തെരുവിലെ ഏറ്റുമുട്ടലും രണ്ടായി കാണേണ്ടതുണ്ട്. ഒരാളിനെ അപമാനിക്കുക, ജനക്കൂട്ടത്തിന് മുന്നിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കുക, ജയിക്കാനുള്ള ലക്ഷ്യത്തോടെ വാദപ്രതിവാദം നടത്തുക, ഇവ തീർച്ചയായും ഒഴിവാക്കണം. എന്നാൽ അതുകൊണ്ട് പൊതുസ്ഥലത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതും ആളുകൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതും തെറ്റാകുന്നില്ല. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാ സാഹചര്യങ്ങളെയും അതേ പുറം രൂപത്തിൽ പകർത്തേണ്ടതില്ലെന്ന കാര്യത്തിൽ നമുക്ക് യോജിക്കാം. സുന്നത്തെന്നത് ചരിത്രത്തിലെ ഓരോ പുറം രൂപവും യാന്ത്രികമായി ആവർത്തിക്കുക എന്നതല്ല. എന്നാൽ ദഅ്വയുടെ അടിസ്ഥാന സ്വഭാവം ഇന്ന് പ്രസക്തമല്ലെന്നും പറയാനാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നീണ്ട ഒരു കുറിപ്പാണ് എഴുതിയേക്കുന്നത്. എല്ലാം കൂടെ വായിച്ചാൽ ഒത്തിരി സമയമെടുക്കും. ഈ കുറിപ്പിലെല്ലാം ഉള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? അതും ശരിയല്ല, ഇത് ശരിയാണ്, അത് ശരിയാണ്, ഇത് ശരിയാണ്, അത് ശരിയാണ്, ഇത് ശരിയാണ്. അങ്ങനെയല്ല എം അക്ബർ സാഹിബ്. ഒരു മൈക്കും കൊണ്ടുപോയി ഒരാളിനോട് ചെന്ന് നിന്ന് ചോദ്യം ചോദിച്ച് അയാളുടെ മറുപടികൾ മുഖം മറച്ച് അത് റെക്കോർഡ് ചെയ്ത് ആളുകളെ കാണിക്കുന്ന ഒരു സംഗതിയെ ഒരു ദഅ്വ പ്രവർത്തനമായി കാണുക, അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് അപകടകരമായ സ്ഥിതിയാണ് എന്നതാണ് അദ്ദേഹം ഷുഹൈബുൽ ഹൈതമി സൂചിപ്പിച്ചതും. എനിക്ക് ആ കാര്യത്തിൽ അതേ അഭിപ്രായം തന്നെയാണുള്ളത്. നമ്മൾ അങ്ങനെ പറഞ്ഞതിനകത്ത് പറയുന്നുണ്ട്, ക്ഷണിക്കുക എന്ന് പറയുന്നതിൽ അത് വായോ എന്ന് വിളിക്കുകയും വരാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നതിന് അപ്പുറത്തേക്ക് ആ ക്ഷണിക്കുന്നതിലെല്ലാം ഉണ്ട്. നമ്മുടെ മൂല്യങ്ങളുണ്ട്, നമ്മുടെ പെരുമാറ്റമുണ്ട്, നമ്മളുടെ ഇടപെടലുകളുണ്ട്, നമുക്കായി തനിച്ച് കിട്ടുന്ന വേദികളുണ്ട്, സ്ഥലങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെ ആശയവിനിമയത്തിന് ഉപകരിക്കാം.
ഇപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് അതിനു മുമ്പ് നടത്തുന്ന ചെറിയ പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗത്തിലും കടുകട്ടി പദങ്ങളും ഗായികയുടെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ പ്രതിഫലനവും അത് പ്രാസമൊപ്പിച്ച് ഘടികാരം മുതൽ ഘടകം വരെ ഘടത്തോടെ പറയുകയും ഒക്കെ ചെയ്ത് ഇത് കേൾക്കുന്ന ആളുകൾ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത സ്ഥിതിയിൽ നിന്നൊക്കെ മാറി ഇതിനെ മനുഷ്യസഹജമായ ഭാഷയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇത് മനോഹരമായി. എന്ന് മാത്രമല്ല, ഈ ഉള്ളിലെ തർക്കങ്ങളും ഒരാൾക്ക് മറുപടി പറയലും വാദപ്രതിവാദങ്ങളും ഒഴിവാക്കി സൗമ്യമായും സ്നേഹമായും അതിൻ്റെ സന്ദേശം പറയാൻ ശ്രമിച്ചാൽ അത് മതിയായി. ഇപ്പം ഞങ്ങളൊരു ചെറിയ പരിപാടി നടത്തി. ഞാൻ ഈ പറയുന്ന ദിവസം 10-400 അമ്മമാർക്ക് ഓണപ്പുടവ നൽകി. മുനവർ അലി ശിഹാബ് തങ്ങളാണ് ഓണപ്പുടവ കൊടുത്തത്. വലിയ പ്രസംഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ഞങ്ങളും മദ്രസയിൽ പോയി പഠിച്ചത് നിങ്ങളെ സ്നേഹിക്കാനാണ് എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ആ പറയുന്ന സന്ദർഭത്തിൽ പറഞ്ഞ് അവർക്ക് വേണ്ട ഉപകാരം ചെയ്യുന്നിടത്ത് തന്നെ വലിയൊരു സന്ദേശമാണ്. ഒരു ഓട്ടോക്കാരനോട് ഇറങ്ങി അവിടെ ചെന്ന് അയാളുടെ കയ്യിൽ 90 രൂപയായെങ്കിൽ 100 രൂപ കൊടുത്തിട്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് മടങ്ങിപ്പോരുന്നതും ദഴവത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു മൈക്കും കൊണ്ട് പോയി ഒരു സ്ഥലത്ത് നിന്ന് അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് അതിനവർ പറയുന്ന തർക്കങ്ങളും വിതർക്കങ്ങളും, ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായാലും അവരെന്തെങ്കിലും സംശയം പറഞ്ഞാൽ ആ സംശയത്തെ പറഞ്ഞ് പൂട്ടിയേ മതിയാവൂ, അല്ലെങ്കിൽ അതിന് മറുഘടകം പറഞ്ഞേ മതിയാവൂ. അതൊന്നും ഗുണകരമായ കാര്യമല്ല. അതുകൊണ്ട് അക്ബർ സാഹിബ് ഇതിപ്പോൾ വായിച്ചു കഴിയുമ്പോൾ ഒരാളിൻ്റെ തല പെരുക്കുമെന്നല്ലാതെ ആ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല അല്ലെങ്കിൽ ശരിയാണ് എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് വേണ്ടത്. അതിനൊഴിഞ്ഞു കഴിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് പറയുന്നതുകൊണ്ട് കാര്യമില്ല. അങ്ങേപ്പോലുള്ളവരൊക്കെ വലിയ വേദിയിൽ, വലിയ സംഭാഷണങ്ങളിൽ, വലിയ വാഗ്വാദങ്ങളിൽ പറഞ്ഞ് മറ്റുള്ളവരെ വളരെ ഖണ്ഡനം നടത്തി അതിനെ ശക്തമായി വിയോജിക്കുന്ന സംഗതികളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അതുപോലും അതിന് കടന്നുപോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒന്നും ആവശ്യം, അതൊക്കെ ഉണ്ടാക്കിയ പ്രത്യാഘാതവും മുറിവുകളും ഒക്കെ പിന്നക്കാലത്താണ് അതിൻ്റെയൊക്കെ പ്രത്യാഘാതം നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു വിശ്വാസത്തെയും, എല്ലാ വിശ്വാസത്തിൻ്റെ ഉള്ളിലും ഈ പറയുന്ന ചില ഘടകങ്ങളെ അവർ പോലും എന്താ പറയുന്ന അറിയാതിരിക്കത്തക്ക നിലയിൽ മൂടിപ്പൊതിഞ്ഞ് പറയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ചിലയിടത്തൊക്കെ എല്ലായിടത്തും ഉണ്ട്. ആ സാഹചര്യങ്ങളെ അങ്ങനെ ഉപേക്ഷിക്കേണ്ടതിന് പകരം അത് കുത്തിത്തോണ്ടിയിട്ട് ചർച്ച ചെയ്ത് ആരെയെങ്കിലും തോൽപ്പിക്കുന്നതും അതിനേക്കാൾ നമ്മൾ മേന്മയാകുന്നതും ഒന്നും ന്യായമായ കാര്യമല്ല. അതുകൊണ്ട് ദയവായി ഈ അഭ്യാസം, കാരണം ബാക്കിയുള്ള മതങ്ങളെപ്പോലെയല്ല, മുസ്ലിം സമുദായത്തിൽ ഈ പണി തുടങ്ങിയാൽ പിന്നെ എല്ലാവരും ഓരോ ക്യാമറയും വീഡിയോയുമായി തെരുവിൽ ചെന്ന് ബസ് സ്റ്റാൻഡിലും അവിടെയും ഇവിടെയും ഒക്കെ ഇത് നടത്തിക്കുന്ന എന്താ പറയുന്നത്, ഈ ചർച്ചകൾ ഉണ്ടാക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പണിയുമായി രംഗത്തിറങ്ങും. അതുകൊണ്ട് അത് ശരിയാണോ ശരിയല്ല എന്ന് തോന്നുന്നിടത്ത് വേറൊരുപാട് ചരിത്രങ്ങൾ പറഞ്ഞ് ഇതും അതും അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് ഈ പണി അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നല്ല പെരുമാറ്റവും നല്ല കർമ്മങ്ങളും ഈ ക്യാമറകളില്ലാത്ത സന്ദർഭത്തിൽ മനുഷ്യരോട് ഇടപെടുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സന്ദർഭവും സമയവും ഒക്കെ നോക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ പ്രധാന ഘടകം. നമുക്കറിയാവുന്നതുപോലെ ഈ പ്രവാചകനെ അത്രയും നാൾ നോക്കിയ മൂത്താപ്പ പോലും ഇസ്ലാം മതം സ്വീകരിക്കാനോ സ്വീകരിപ്പിക്കാനോ പ്രവാചകന് പോലും കഴിഞ്ഞില്ല. അപ്പോൾ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളതിൽ ഒരുപാട് പാടുപെട്ട് മെനക്കെട്ടിറങ്ങി ഇത്തരം സീനുകൾ സൃഷ്ടിച്ച് സാമൂഹ്യ അന്തരീക്ഷത്തെ വോളട്ടൈലാക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്.